രാഗിൻ, ദാരുണമായ സംഭവങ്ങൾ ഓരോ ദിവസവും ആവർത്തിക്കുമ്പോഴും ഒടുവിൽ കളക്ടർ ഒരു ഉറപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഈ മൃതദേഹം വിട്ടു നൽകാൻ ജനകീയ സമിതിയൊക്കെ തയ്യാറായത്, പ്രതിഷേധക്കാർ തയ്യാറായത്. അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് രാഗിൻ? മോത്തി സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ദുഃഖകരവും അതോടൊപ്പം തന്നെ അതിദാരുണമായിട്ടുള്ള സംഭവമാണ് കഴിഞ്ഞ രാത്രി ഉണ്ടായത്. ഇവിടെയാണ് എൽദോസിനെ ആന ചവിട്ടിക്കൊന്നത്. അതിനുശേഷം വലിയ പ്രതിഷേധം ഈ മേഖലയിൽ ഉണ്ടാവുകയായിരുന്നു. കാരണം ഒട്ടനവധി തവണ പല കാര്യങ്ങളും ഈ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ഈ അധികാരികൾക്ക് മുന്നിൽ ബോധിപ്പിച്ചിരുന്നെങ്കിലും അതൊന്നും നടപ്പായിരുന്നില്ല. പ്രത്യേകിച്ചും വെളിച്ചം പോലും ഈ മേഖലയിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം കഴിഞ്ഞ രാത്രി ഇവിടുത്തെ കൊച്ചിയിലെ ജോലി കഴിഞ്ഞ് KSRTC ബസ്സിലിറങ്ങി ഈ വഴിയിലൂടെ ഇവിടേക്ക് നടന്നു വരികയായിരുന്നു. ഉരുളന്തണിയിൽ ബസ് ഇറങ്ങിയ ശേഷം അദ്ദേഹത്തിന്റെ വീടായിട്ടുള്ള ക്നാച്ചേരിയിലേക്ക് അദ്ദേഹം പോവുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഈ മേഖലയിൽ വെച്ച്, ഈ പ്രദേശത്ത് വെച്ച് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. വലിയ തോതിൽ തന്നെ അദ്ദേഹത്തെ ചവിട്ടി അരയ്ക്കുന്ന നിലയിലേക്ക് ആ കാര്യങ്ങൾ പോയി. അതിനുശേഷമാണ് ഈ മേഖലയിലാണ് മരണം സംഭവിച്ചത്. അദ്ദേഹത്തിന്റെ ചെരുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാം. തുടർന്ന് മറ്റ് ഒരു ഓട്ടോ ഡ്രൈവറാണ് ഈ വിവരം ഫോറസ്റ്റിനെ അറിയിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഇങ്ങനെ ഒരു ആന ചവിട്ടി ആക്രമണം ഉണ്ടായി എന്ന കാര്യം അറിയിക്കുന്നത്. അതിനുശേഷമാണ് ഇവിടേക്ക് കാര്യങ്ങൾ എത്തുകയും ഒക്കെ ചെയ്തത്. അതിനു മുൻപ് തന്നെ നേരത്തെ ഈ വനം വകുപ്പിനെ ഇത്തരത്തിൽ കാട്ടാന ഇറങ്ങിയിട്ടുണ്ട് എന്ന വിവരം ധരിപ്പിച്ചിരുന്നെങ്കിലും ഇടപെട്ടില്ല എന്ന ആക്ഷേപവും പരാതിയും അടക്കം ഉയരുന്നുമുണ്ട്. എന്തായാലും ഇന്നലെ വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. ജില്ലാ കളക്ടർ ഉൾപ്പെടെ സ്ഥലത്ത് എത്തിയിരുന്നു. അദ്ദേഹം ചില ഉറപ്പുകൾ കൊടുത്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് കാത്തിരുന്ന് കാണേണ്ടതായിട്ടുമുണ്ട്. അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായി തന്നെ എടുത്തു പറയണം. അതിനുശേഷമാണ് മൃതദേഹം ഇവിടെ നിന്ന് എടുക്കാൻ നാട്ടുകാർ സമ്മതിച്ചത്. തുടർന്ന് മൃതദേഹം ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നൽകുമ്പോഴും ബന്ധപ്പെട്ട അധികൃതരായ വകുപ്പുണ്ട്, വനം വകുപ്പ് മന്ത്രിയുണ്ട്. അങ്ങനെ മന്ത്രി തലത്തിൽ നിന്നും ഒരു അനുമതിയും പദ്ധതികൾ നടപ്പാക്കാനുള്ള സംവിധാനവും പണവും തുടങ്ങി പലതും ആവശ്യമുണ്ടല്ലോ. കളക്ടർക്ക് മാത്രമായി കളക്ടറുടെ വിവേചനാധികാരം ഉപയോഗിച്ച് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അവിടെ ചെയ്യാനാവുക? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ വെളിച്ചം ഇല്ലാത്ത ഒരു സ്ഥിതിയുണ്ട്. കാരണം ഇരുട്ട് മൂടിയ അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. അത്തരത്തിൽ ഒട്ടനവധി പരാതികൾ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊക്കെ ഒട്ടനവധി പരാതികൾ പറഞ്ഞിട്ടുണ്ടല്ലേ? ഇതുവരെയും നടപ്പായില്ല. ഇല്ല. അതുകൊണ്ടാണ് ഇത്തരം ഒരു സംഭവങ്ങൾ. വിളിച്ചോണ്ടെങ്കിൽ കാണാമല്ലോ. ഇത്രയും അടുത്ത് ആന വന്നാൽ പോലും ഇത് വിളിച്ചോണ്ടേ കാണാം. ഇത് വിട്ടവില്ല. പഞ്ചായത്തിലെ മെമ്പർമാരോടൊക്കെ പറയാറുണ്ട് ലൈറ്റ് ഇടാൻ. അവരൊന്നും അത് ശ്രദ്ധിക്കാറില്ല. അതോടൊപ്പം തന്നെ ഈ കിടങ്ങൊക്കെ കുഴിച്ചാൽ ഒരു പരിധിവരെ ഈ കാട്ടാന ആക്രമണത്തിൽ നിന്നൊക്കെ രഞ്ജിതാത്താന്നൊക്കെ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. DFO വന്നപ്പോൾ രഞ്ജിതാത്താൻ ഫെൻസിങ് ഇടാം എന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ തന്നു പോയിട്ടുണ്ട്. എത്രമാത്രം പ്രാബല്യത്തിലാവുമെന്നറിയില്ല. ഫെൻസിങ്ങും അത്യാവശ്യമാണല്ലോ. ഫെൻസിങ് വേണമല്ലോ. ആണല്ലോ ആനകൾ റോഡിലേക്കൊക്കെ വരുന്നത്. രണ്ട് സൈഡും ഫെൻസിങ് ഇട്ട് മെയിൻ്റെനൻസ് ചെയ്യാനൊക്കെ ആളെ നിയമിച്ചാൽ ആ സാധനം നിലനിൽക്കും. ഈ ഉരുളന്തണ്ണി മേഖലയിൽ നിന്ന് ഇങ്ങോട്ട് എത്ര കിണാച്ചേരിയിലേക്ക് എത്ര ദൂരം കയറണം? 1 കിലോമീറ്റർ ദൂരമാണ് പ്രധാനമായിട്ട്. അത്രേ ഉള്ളൂ. അത് മതി. അത് കഴിഞ്ഞാൽ പിന്നെ ജനവാസ മേഖലയാണ്. ഈ 1 കിലോമീറ്റർ കഴിഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർ അല്ലെങ്കിൽ സർക്കാർ ഉൾപ്പെടെ പറയുന്നുണ്ട് ഇത് കാര്യങ്ങളൊക്കെ നടപ്പാക്കുമെന്ന് പറയുന്നുണ്ട്. ഇതിപ്പോൾ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായ അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടാകുന്ന ഘട്ടത്തിലാണ് ഇത്തരം വാഗ്ദാനങ്ങൾ നൽകുന്നത്. 2 ദിവസം കഴിയുമ്പോഴത്തേക്കും പതിവ് പോലെ തന്നെ ഇത് അങ്ങ് വിസ്മൃതിയിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നാട്ടുകാരെന്ന നിലയിൽ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. എങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞാൽ ഇന്നലെ അതിൻ്റെതായ പ്രതിഷേധം ഇന്നലെ ഉണ്ടായത് 8 മണിക്ക് സംഭവിച്ചതായത്. ഇന്നലെ ഈ ബോഡിയോട് നിർത്തുന്നു പോകുമ്പം 2 മണി കഴിഞ്ഞു. അപ്പോൾ അതുവരെ അത് എടുക്കാനും സമ്മതിച്ചില്ല. ആളുകൾ അത്രമാത്രം രൂക്ഷമായിരുന്നു. അത് കഴിഞ്ഞ് MLA, കളക്ടർ, DFO, റേഞ്ച് ഓഫീസർ ഇങ്ങനെയുള്ള ആളുകളൊക്കെ വന്ന് കാര്യങ്ങൾക്കെല്ലാം വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട്. ഇന്ന് മുതൽ ഓൾറെഡി പഠിക്കാം, ഫെൻസിങ് ഇടാം എന്നൊക്കെ പറഞ്ഞാണ് പോയേക്കണത്. അതിന് ഉടൻ തന്നെ വേണമെന്നതാണ് നിങ്ങളുടെ ആവശ്യം. ഇതുപോലെ ഇന്നലെ അവനാണെങ്കിൽ നാളെ മറ്റൊരാളാകാൻ പാടില്ലേ? നിങ്ങളൊക്കെ ഒരു ഭയപ്പാടിലാണല്ലേ ഇതിലൂടെ നടന്നു പോകുന്നത്? ഏറ്റവും പകൽ തന്നെ നടക്കാൻ അല്ലേ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. ഇവിടെ ക്ഷേത്രമുണ്ട്. പകൽ വരെ പോകാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഇറങ്ങി ചെല്ലുന്നിടത്തിൽ ആന സ്ഥിരം നിൽക്കണ വഴിയാണ്. തോടായത്. ആ തോട്ടിൽ വെള്ളം കുടിക്കാനും ഒക്കെ ആയിട്ട് മിക്കവാറും ആന ഉണ്ടാവും. അപ്പോൾ ക്ഷേത്രത്തിൽ പോകാൻ വരെ പേടിയാണ്. അതാണ് അത്രമാത്രം ഭയന്നാണ് ഇവിടെ ആൾക്കാർ കഴിക്കുന്നത്. ഈ വനം വകുപ്പിന് ഇങ്ങനെ ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിയിച്ചിട്ടും അവരിടപെട്ടില്ല എന്നൊക്കെ ഉള്ള ആക്ഷേപം ഉണ്ട് എന്ന് പറയണോ? ഞാൻ അറിഞ്ഞില്ല. അറിയിച്ചോ ഇട്ട് അവർ വന്നിട്ടുണ്ട്. വരാമെന്ന് പറഞ്ഞാൽ ഒന്നും വണ്ടിയില്ല. 1 2 പഴയ വണ്ടി കിടപ്പുണ്ട്. ഇന്നലെ ഒരു വണ്ടി ഉണ്ടായിരുന്നത് ഇവിടം വരെ വന്നപ്പോഴത്തേന് അതിന് ഡീസലില്ല. അങ്ങനെയൊക്കെയുള്ള വണ്ടി ഉണ്ടായിട്ട് കാര്യമില്ല. വണ്ടി എല്ലാം റിപ്പയറാണ്. പുതിയൊരു വണ്ടി നല്ലൊരു വണ്ടി കൊടുക്കാറില്ല.